നേരിട്ട് വാദം നടത്തിയിട്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതിയിൽ തിരിച്ചടി. വീണ്ടും ഇ.ഡി. കസ്റ്റഡിയിൽ വിട്ട കെജ്രിവാളിനെ ഇനി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഇ.ഡി. കസ്റ്റഡിയിൽ കഴിയുകയായിരുന്ന കെജ്രിവാളിനെ ഡൽഹി റോസ് അവന്യൂ കോടതിയിലെത്തിച്ചപ്പോൾ ഭാര്യ സുനിതയും ഡൽഹി മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരും കോടതിയിൽ സന്നിഹിതരായിരുന്നു. കെജ്രിവാളിന് ജാമ്യം അനുവദിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും ചോദ്യം ചെയ്യലിനോട് അദ്ദേഹം സഹകരിക്കുന്നില്ലെന്ന് ഇ.ഡിയുടെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചു. കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യണമെന്നും പഞ്ചാബിലെ മുതിർന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇ.ഡി കോടതിയിൽ വ്യക്തമാക്കി. ഇതോടെ തനിക്ക് സംസാരിക്കണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ എഴുതി തന്നാൽ പോരെയെന്നായിരുന്നു ജഡ്ജിയുടെ ചോദ്യം. പോരെന്നും സംസാരിക്കണമെന്നും കെജ്രിവാൾ പറഞ്ഞപ്പോൾ 5 മിനിറ്റ് മാത്രം അനുവദിക്കുന്നതായി കോടതി വ്യക്തമാക്കി. 31,000 പേജുള്ള CBI കുറ്റപത്രത്തിലും 25,000 പേജുള്ള ഇ.ഡി കുറ്റപത്രത്തിലും തന്നെ എന്തിന് അറസ്റ്റ് ചെയ്യുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു. തനിക്കെതിരെ ഒരു കുറ്റവും തെളിഞ്ഞിട്ടില്ല. നേരത്തെ അറസ്റ്റ് ചെയ്തവരുടെ മേൽ തൻ്റെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടായി. തൻ്റെ അറസ്റ്റ് മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ഇ.ഡി പറയുന്ന 100 കോടി എവിടെയാണെന്നും പി ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി നൽകിയെന്നും കെജ്രിവാൾ കോടതിയിൽ ആരോപിച്ചു. വാദം കേട്ട ശേഷം കോടതി കെജ്രിവാളിനെ വീണ്ടും 4 ദിവസത്തെ ഇ.ഡി കസ്റ്റഡിയിൽ വിട്ടു. ഇതിനിടയിൽ കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി പരിഗണിക്കാതെ ഹൈക്കോടതി തള്ളി. ഇപ്പോൾ ഈ ഹർജിയുടെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും അതിൻ്റെ സമയമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയത്.